നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു സൃഷ്ടി ഉണ്ടായിക്കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതെന്നാണ്. സൃഷ്ടിയും പ്രപഞ്ചവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചമാണോ സൃഷ്ടിയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചം ഉണ്ടായിട്ട് സൃഷ്ടി ഉണ്ടായതാണോ സൃഷ്ടി ഉണ്ടായിട്ട് പ്രപഞ്ചം ഉണ്ടായതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ അതിനകത്ത് കൺഫ്യൂഷനൊന്നും ഇല്ല. നമ്മൾ കേൾക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വാസ്തവത്തിൽ കൺഫ്യൂഷനൊന്നും ഇല്ല. എല്ലാവരും നമ്മൾ കൊച്ചിലെ തൊട്ട് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാവാണോ അണ്ടിയാണോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു സംശയം. നമ്മളുടെ കൊച്ചിലെ തൊട്ട് കേൾക്കുന്ന ഒരു സംശയമാണത്. പക്ഷേ അതിനകത്ത് മാവ് അണ്ടി അല്ലെങ്കിൽ മാവ് മാങ്ങ എന്നുള്ള ആ വ്യത്യാസം എന്തിന് എന്നാണ് നമ്മൾ കാര്യം കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ, കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ കാരണത്തെയാണ് അന്വേഷിക്കുക. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നറിയുമ്പോഴാണ് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാകണത്. അല്ലാണ്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം മനസ്സിലായി എന്നർത്ഥമില്ല. ഒരാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒരാളങ്ങനെ കിടക്കണം, എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ കണ്ടു. പക്ഷെ അയാൾക്ക് അതിനെന്തെങ്കിലും പ്രയോജനം നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പാടില്ലാത്തത്? അയാൾ ആരെങ്കിലും കെട്ടിയിട്ടിരിക്കുകയാണോ? അയാളെ വല്ലതും ഒന്ന് തട്ടിയിട്ട് വീണ് കിടക്കുകയാണോ? കാലൊടിഞ്ഞിട്ട് കിടക്കുകയാണോ? അതോ അയാൾക്ക് ഏതെങ്കിലും അസുഖം വന്നിട്ട് കിടക്കുകയാണോ? ഇതൊക്കെ അതിൻ്റെ ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു കോസുകൾ എന്ന് പറയുന്നത്, കാരണങ്ങൾ എന്ന് പറയുന്നത് നിരവധിയുണ്ട്. എല്ലാം നിരവധികളാണ്. പക്ഷെ നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നും ശേഖരിച്ചിട്ടാണ് നമ്മളുടെ അറിവുകൾ ജനറൽ ആണോ പർട്ടിക്കുലർ ആയിട്ടുള്ള അവഗമനമാണോ നമുക്കുള്ളത്, അതിനകത്ത് പ്രായോഗികമാണോ, മനസ്സിലാണ്ടോ, പ്രയോഗിക്കാൻ കഴിഞ്ഞത് പ്രയോജനകരമാണോ, ഇങ്ങനെയൊക്കെ ഉള്ള അനവധിയായിട്ട് ഡിവിഷൻസ്, എല്ലാ ഡിവിഷൻസ് എടുത്താലും അതിനകത്ത് വീണ്ടും ഡിവിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത് വരുന്ന കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ കാരണങ്ങൾ ഈ സന്ദർഭത്തിൽ എടുക്കണം എന്ന് മനസ്സിലാക്കി, എടുക്കേണ്ടതിനെ എടുക്കുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്ത് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നു. ആ കാരണങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ നിവാരണമാണോ അതിൻ്റെ നിലനിർത്തലാണോ ആവശ്യം? സുഖമാണ് വരുന്നത്, അതിൻ്റെ കാരണം, അതിൻ്റെ നിവാരണമല്ല ആവശ്യം. അതിനെ നമ്മൾ നിലനിർത്താനാണ് നോക്കണം. ദുഃഖമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച്, അപ്പോൾ അതിൻ്റെ നിവാരണമാണ്. അല്ലാണ്ട് ഈ ഒരു കാര്യം നമ്മൾ അതിനെ നിവാരണമാണോ ഉദ്ദേശിക്കുന്നത്, നിലനിർത്തലാണോ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ കാരണങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറുന്നത്. അപ്പോൾ ഒരു കാര്യം നല്ലതെന്നോ ചീത്തയെന്നോ അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങളും അതിൻ്റെ പിന്നിലെ കാരണങ്ങളുമായിട്ട് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുകിടക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളും കാരണങ്ങളുമായിട്ട് ഇങ്ങനെ അനന്തമായിട്ട് ഒരു ഒഴുക്കായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അതിൽ കാരണമാണോ കാര്യമാണോ ആദ്യം ഉണ്ടായത് എന്ന് ചിന്തിക്കുമ്പോഴാണ് വലിയ പ്രശ്നം വരുന്നത്. ഇത് അനന്തമായിട്ട് എന്നുവെച്ചാൽ തുടക്കം ഒടുക്കം എന്ന് പറയുന്നത് പോലിരിക്കും. ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ
അല്ലെങ്കിൽ ഒരു വൃത്തം നമ്മൾ വരച്ചിരിക്കുകയാണ്. വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒന്ന് തന്നെ ഒരു പോയിന്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് അതിന്റെ ബൗണ്ടറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വൃത്തം എന്നുള്ളതിന്റെ ബൗണ്ടറി, അതാണ് ബൗണ്ടറി ഉള്ളതാണ് വൃത്തം. ആ വൃത്തത്തിന്റെ ആ ബൗണ്ടറിയിൽ നമ്മൾ ഒരു പോയിന്റ് എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ അത് തുടക്കവും അത് തന്നെയാണ്, ഒടുക്കവും അത് തന്നെയാണ്. അത് അറ്റ് എ ടൈം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ആദ്യം ഏതുണ്ടായി അവസാനം ഏതുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ തുടക്കമാണോ ഒടുക്കമാണോ? ഒരു വൃത്തമുണ്ട്, അതിന്റെ തുടക്കവും അവസാനവും നമുക്ക് വ്യാവഹാരികന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ താത്വികമായിട്ട് നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഓരോ കാരണങ്ങളെ നമ്മൾ കാരണം കാണുന്നത് എന്താണ്? യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് കാരണങ്ങളെ കണ്ടുപിടിക്കുന്നത്. രോഗമാണെങ്കിൽ അതിന്റെ നിവാരണമാണ്, നിവാരണത്തിന് ഉതകുന്ന കാരണങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അതോ സുഖമാണെങ്കിൽ അതിന്റെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള, ആ അവസ്ഥയുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള കാരണങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാണ്ട് ഇതല്ലാതെ കാരണങ്ങളില്ല എന്നല്ല. അപ്പോൾ നമ്മളുടെ ഓരോ ജീവിയുടെയും അല്ലെങ്കിൽ സൃഷ്ടിയുടെയും സംസ്കാരത്തിനനുസരിച്ചാണ് സുഖമാണോ ദുഃഖമാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം സുഖവും ദുഃഖവും എല്ലാവർക്കും ഒരുപോലെയല്ല. സുഖം ചിലർക്ക് സുഖമായിട്ടുള്ളത് ചിലർക്ക് ദുഃഖമായിട്ട് വരുന്നു. അപ്പോൾ ഒരു വാർത്ത ചിലരെ സംബന്ധിച്ചത് സുഖമായിരിക്കും, ചിലരെ സംബന്ധിച്ചത് ദുഃഖമായിരിക്കും, ചിലരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാക്കുന്നതല്ല. അങ്ങനെ അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസം വന്നതിന്റെ ആ വ്യത്യാസങ്ങൾ മുഴുവൻ വരുന്നത് ഈ വ്യക്തി, ഈ സൃഷ്ടി ആർജിച്ചെടുത്തിട്ടുള്ള സംസ്കാരത്തിന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ സംസ്കരിച്ചിട്ടുള്ള നമ്മളുടെ നേരത്തെ പൂർവാർജിത ജ്ഞാനം കൊണ്ട് ആണ് നമ്മൾ ഒരു അവസ്ഥയെ, നമ്മളുടെ ഒരവസ്ഥയെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും സുഖവും ദുഃഖവുമായിട്ട് മാറ്റുന്നതും ആ സുഖദുഃഖങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതും. അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മളുടെ വ്യക്തി താല്പര്യം അനുസരിച്ചിട്ടാണ് നമുക്ക് പലതിനും ഉത്തരം കിട്ടാതെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. മാവാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അണ്ടിയാണോ മാവാണോ മൂത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ വ്യക്തി താല്പര്യത്തിന് ഒരു പ്രസക്തിയില്ല അവിടെ. അതിന് ആ വൃക്ഷത്തിന്റെ താല്പര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വൃക്ഷം എന്നുള്ള ആ മാവ് എന്നുള്ള വൃക്ഷം, അതിന്റെ അണ്ടി അല്ലെങ്കിൽ മാങ്ങ, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശമില്ലാതെ ഒന്നുമില്ല പ്രകൃതിയിൽ. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? വംശവർദ്ധന എന്നുള്ളതാണ്. അതിന്റെ ബീജമാണത് അണ്ടി. അപ്പോൾ ഈ ബീജം ഉണ്ടാകുന്ന അതിനെ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇത് പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ഭക്ഷിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് അതിന് വീണ്ടും മരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടി അവിടെ ഈ പഴത്തിനകത്തായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാണ്ടോ? ബീജം. അപ്പോൾ ബീജത്തിന്റെ ആവശ്യം എന്താണ്? ബീജത്തിന്റെ ഉദ്ദേശം എന്താണ്? വംശവർദ്ധന. വംശവർദ്ധന എന്നുള്ളൊരു ഉദ്ദേശം ബീജത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വംശം ഇല്ലാതെ ബീജത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അണ്ടി കിളിപ്പിച്ച് വീണ്ടും ആ മരം ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ മരമാണ് ആദ്യം ഉണ്ടായത്. അപ്പം മരം ഉണ്ടായത് എങ്ങനെയായാലും ഈ അണ്ടി കിളിപ്പിച്ച് വയ്ക്കുക എന്നുള്ള രീതി തന്നെ മരം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അനേകായിരം വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ്? പല വിധത്തിലുള്ള പ്രത്യുൽപാദന മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അതിന്റെ വെറൈറ്റിയിൽ ഒന്ന് മാത്രമാണ് ഈ അണ്ടി. അപ്പോൾ മൂത്തതാരാണ്? മാവാണോ അണ്ടിയാണോ എന്നുള്ളതല്ല പ്രശ്നം. അത് എത്ര നാള് കഴിഞ്ഞിട്ടാണ്, എത്ര ആയിരം വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രോസസ്സിങ്
ഈ അണ്ടി എന്നുള്ള കണ്ടുപിടുത്തം ഉണ്ടായത്, അത്രയും വ്യത്യാസമുണ്ട് നമുക്ക്. അത് നമ്മളുടെ ആവശ്യമായിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ അപ്പോഴപ്പോഴെ കണ്ടത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മൾ വിട്ടുനിന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഓരോന്നും മനസ്സിലാവുകയുള്ളൂ. അത് ഭൗതികത്തിലാണെങ്കിലും കൊള്ളാം, ആത്മീയതയിലാണെങ്കിലും കൊള്ളാം, എന്തിലാണെങ്കിലും കൊള്ളാം. നമുക്ക് നമ്മളുടെ ആ സംസ്കാരത്തിനനുസരിച്ച് ഉള്ള പരിമിതികളെ കടന്നിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ ഊഹിക്കാൻ കഴിയണം. ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഋഷി അല്ലെങ്കിൽ ഏതിലെങ്കിലും പ്രാവീണ്യം നേടാൻ ഉദ്ദേശിക്കുന്നവൻ എന്തായാലും ഊഹാപോഹപടുവായിരിക്കണം എന്നാണ് ശാസ്ത്രം. ഊഹാപോഹപടുവായിരിക്കണം. എന്നാൽ എന്താണ് ഊഹാപോഹം? നമ്മളുടെ ഈ ശീലിച്ചു വന്ന സംസ്കാരത്തിന് അനുസൃതമായിട്ട് ശീലിച്ചു വന്ന ആ റിസപ്ഷനിൽ നിന്ന് മാറിക്കൊണ്ട് ഈ രീതിയെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മറ്റ് യുക്തിബോധങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭാവന ചെയ്യാൻ കഴിവുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. യുക്തി എന്ന് പറഞ്ഞാൽ ഭാവന തമ്മിൽ വ്യത്യാസം വരുമെന്ന് തോന്നും. ഭാവന ഇല്ലാതെ യുക്തിയും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുകയില്ല. യുക്തി പ്രയോഗിക്കണമെങ്കിൽ ഭാവന വേണം. എന്നാൽ ഭാവന കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിനെ നമ്മൾ സ്ഥിരീകരിക്കാനാണ് യുക്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യം നമ്മൾ പ്രപഞ്ചത്തിലെടുത്താലും എന്താണ്, ഈ പാരസ്പര്യം കാണാൻ കഴിയും. നെഗറ്റീവ്സ് കോംപ്ലിമെന്ററി ആയി മാറുന്ന ഈ പാരസ്പര്യം അത്രയധികം ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു തമ്മിലുള്ള തർക്കം, രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കിക്കുന്നു, അത് പലപ്പോഴും ഗുണത്തിന് പകരം ദോഷമേ ഉണ്ടാക്കാറുള്ളൂ. എന്താണ്, ജയിക്കണം എന്നുള്ള ഒരു കാര്യമാണ് രണ്ടു കൂട്ടരുടെയും ഉള്ളിലുള്ളത്. ജയിക്കണം എന്ന് പറഞ്ഞാൽ നേട്ടമുണ്ടാക്കണം എന്നുള്ള ആവശ്യത്തിലേക്കാണ് തർക്കം പോകേണ്ടത്. അതുകൊണ്ട് തർക്കം ഫലവത്താകണമെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ സംസ്കാരവും യുക്തിബോധവും തമ്മിലായിരിക്കണം തർക്കം. അപ്പോൾ ഈഗോ ക്ലാഷ് അവിടെ വരുന്നില്ല. ഒരു വ്യക്തിയുടെ തന്നെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തം ആണ്, ചിത്തത്തിലുള്ളതും. എന്നാൽ യുക്തി എന്ന് പറയുന്നത് ബുദ്ധിയും സ്വന്തം ചിത്തത്തിലെ ആഗ്രഹവും ബുദ്ധിയും അല്ലെങ്കിൽ നമ്മളുടെ ശീലവും തമ്മിലായിരിക്കണം തർക്കമില്ല. മനോബുദ്ധി അഹങ്കാര ചിത്തം, ഈ 4 വ്യക്തികൾ ചേർന്നതാണ് നമ്മൾ ഒരു വ്യക്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നമ്മളുടെ ഈ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അതിന്റെ പ്രകടിത ഭാവമാണ് ശരീരം. അപ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും അതിന് ഒരു യാത്ര ചെയ്യാൻ, ഈ 4 വ്യക്തികൾക്ക് യാത്ര ചെയ്യാനുള്ള ശരീരവും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ ഞാൻ എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന വ്യക്തി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് 5 പേരുടെ കൂട്ടായ്മയാണ്. മനസ്സിലാണ്ടോ? അതെങ്ങനെയാണ് ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ആ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതിന് ഘടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ പാണ്ഡവരെ പോലെ ഞാൻ നിലനിൽക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ ഈ പാണ്ഡവൻ ആയിട്ടുള്ള ഞാൻ, അത് പഞ്ചപാണ്ഡവർ ചേർന്നതാണ് എന്ന് നമ്മൾ കുറേ നാൾ മുമ്പേ തന്നെ വിവരിച്ചു. ഈ പാണ്ഡവരില് എന്താണ്, നമ്മൾ ഈ സംസ്കാരവും എന്നുവെച്ചാൽ ചിത്തം, ഈ സംസ്കരിച്ചു നമ്മുടെ ശീലങ്ങളെല്ലാം ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ സംസ്കാരവും ബുദ്ധിയും മനസ്സും അഹങ്കാരവും ഒക്കെ തമ്മിൽ അകത്ത് തർക്കിക്കലാണ് നമ്മളുടെ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷന് റഫറൻസുകളായിട്ടാണ്
മറ്റ് വ്യക്തികളുമായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് തർക്കിക്കണം. എന്തിനാണ് ലക്ഷ്യം? നമ്മൾ ജയിക്കാനല്ല, നമ്മൾ നേടാനാണ്. നേടലും ജയിക്കലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ജയിക്കുക എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ തന്നെ അതിന് ഈ ഈഗോയുമായിട്ട് വലിയൊരു ബന്ധം വരും, അഹങ്കാരം. അപ്പം അഹങ്കാരത്തെ നമ്മൾ കൂടുതൽ മുറുകെ പിടിക്കുമ്പോഴാണ് ജയവും തോൽവിയും ഒക്കെ സംഭവിക്കുന്നത്. എന്നാൽ നേടൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വിട്ടുനിന്ന് നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാകരുത് തർക്കം, തർക്കം നേടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇന്ന് നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് തർക്കങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എന്താണ് തർക്കത്തിൻ്റെ ലക്ഷ്യമെന്നും എന്താണ് നമുക്ക് അതിൻ്റെ സ്വീകരിക്കേണ്ട മാർഗമെന്നും എവിടുന്നാണ് ഡേറ്റകൾ കളക്ട് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത്രയും മതി. നന്ദി, നമസ്കാരം. നമഃ ശിവായ, നമഃ ശിവായ.